എൻ്റെ പേര് വർഗീസ് ജോൺ. ഞാൻ UK സറേ കൗണ്ടിയിൽ വോക്കിങ്ങിൽ താമസിക്കുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് UK മലയാളി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. UK മലയാളികളുടെ പൊതുവായ പ്രശ്നങ്ങളിൽ സംഘടനകളെ ഒന്നിപ്പിച്ച് നിർത്തി അവരുടെ നന്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യുഗ്മയുടെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ പൊതുവായ കാര്യങ്ങളുണ്ടായപ്പോഴെല്ലാം UK മുഴുവൻ സമൂഹത്തിൻ്റെയും ശബ്ദമായി മാറുവാൻ യുഗ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. യുഗ്മയുടെ പ്രവർത്തനങ്ങൾ UK മാത്രം ഒതുങ്ങി നിൽക്കാതെ ജന്മനാടിനു കൂടി പ്രയോജനകരമായ രീതിയിലായിത്തീരണമെന്ന് UK മലയാളികൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UK മലയാളികളുടെ പ്രതിനിധിയായിട്ട് ബഹുമാന്യായ കേരള മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയെയും വയലാർ രവിയെയും കാണുകയും ഈ വിഷയങ്ങൾ നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ ശാസ്ത്രീയ കൃഷി രീതികളിലുമെല്ലാം നമ്മൾ ചെറുകിട ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു സാമ്പത്തിക സഹായം ചെയ്യുവാനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യുഗ്മ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതനുസരിച്ച് ആ കാര്യങ്ങളെല്ലാം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് യുഗ്മയുടെ വിശ്വാസവും. ഇപ്പോൾ UK ഏറ്റവും അധികം വേദനാജനകമാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന കാര്യം, UK പുതുതായി കടന്നു വരുന്ന സ്റ്റുഡൻസിനും അതേപോലെ തന്നെ തൊഴിലന്വേഷകരുടെയും അവസ്ഥയാണ്. ഒത്തിരിയേറെ റിക്രൂട്ടിംഗ് ഏജൻസികൾ ശരിയല്ലാത്ത രീതിയിൽ വ്യാജമായ കണക്കുകളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ, വിദ്യാർത്ഥികളെ ആയാലും ഉദ്യോഗാർത്ഥികളെ ആയാലും മിസ്യൂസ് ചെയ്യുന്ന തരത്തിൽ, ചീറ്റ് ചെയ്യുന്ന തരത്തിൽ ഒത്തിരിയേറെ പ്രവണതകൾ കണ്ടുവരുന്നു. ശരിയായ ദിശയിലുള്ള അവർക്ക് വേണ്ട അറിവ് ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വഞ്ചിതരാകപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് യുഗ്മ ഈ കാര്യത്തിൽ കൂടുതൽ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് യുഗ്മയുടെ വെബ്സൈറ്റിൽ www.yugma.org വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ ഇൻഫർമേഷൻ അടക്കമുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടുവാനും കൂടുതൽ വഞ്ചിതരാകാതിരിക്കാനുമുള്ള മുൻകരുതലെടുക്കുവാൻ യുഗ്മ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഭാവി തലമുറയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് വിമുക്തരാകുന്ന ഒരു പുതിയ സംസ്കാരം പുതിയ ഒരു സാഹചര്യമാണ് യുഗ്മ വിഭാവനം ചെയ്യുന്നത്. അത്തരത്തിൽ യുഗ്മയുടെ വെബ്സൈറ്റിലൂടെയൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാവണം ഓരോരുത്തരും ഈ രംഗത്തേക്ക് കാൽ വെക്കുവാൻ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. യുഗ്മ ഇപ്പം ഏകദേശം ജന്മം കൊണ്ട ഒരു സംഘടനയാണ്. അതിൻ്റെ ബാലാരിഷ്ടതകളെല്ലാം ഉണ്ട്. യുഗ്മയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുവാനായിട്ട് യുഗ്മ ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെ പഠിക്കുവാൻ സഹായഹസ്തം ആവശ്യമാവുന്ന നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് ഒത്തിരിയേറെ UK മലയാളി ഫാമിലികൾ തയ്യാറാണ്. അതുപോലെ തന്നെ UK ഉള്ള ഏതെങ്കിലും ഒരു മലയാളി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം അനുസരിച്ച് നാട്ടിൽ ബോഡി എത്തിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് അവരുടെ ബോഡി നാട്ടിലെത്തിക്കുവാനും അതിലൊന്നും ബന്ധുക്കൾക്ക് യാതൊരു ഭാരമാവാതെ നാട്ടിലെത്തിക്കുവാനായിട്ട് കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ പാത പിന്തുടരുവാനും അതുപോലെ തന്നെ സഹായ ഹസ്തം ആവശ്യമായിട്ടുള്ളവരെയൊക്കെ സഹായിക്കാനും നിർധനരായ കുട്ടികൾക്ക് ആവശ്യമായ സഹായം ചെയ്യുവാനും യുഗ്മ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ തയ്യാറാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഏകദേശം കഴിഞ്ഞ ശൈത്യകാലത്ത് ഏകദേശം 500-ൽ പരം ആളുകൾ തണുപ്പ് കൊണ്ട് മരിക്കുവാനിടയായി എന്ന് വാർത്തകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ അതനുസരിച്ച് യുഗ്മ ഗീവ് എ കോട്ട് സേവ് എ ലൈഫ് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടുന്ന് പരമാവധി കോട്ടുകൾ കളക്ട് ചെയ്ത് അടുത്ത ശൈത്യകാലത്തിന് മുമ്പ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ
അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തന സംഘടനകളിലൂടെ കൊടുക്കുവാനായിട്ട് ഉള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ദേശീയതല ഉദ്ഘാടനവും അല്ലെങ്കിൽ റീജിയണൽ തലത്തിൽ അതെല്ലാം കളക്ട് ചെയ്യുന്ന സമയങ്ങളാണ് ഇതെല്ലാം. അത് UK മുഴുവൻ മലയാളികൾക്കും അറിയാവുന്ന വസ്തുതയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ യുഗ്മയുടെ ദേശീയ നേതൃനിരയിലുള്ളത് എന്നോടൊപ്പമുള്ള എൻ്റെ സഹപ്രവർത്തകർ ബാല സജീവ് കുമാറാണ്, ഞങ്ങളുടെ യുഗ്മയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ്റെ പ്രതിനിധിയായിട്ടാണ് നാഷണൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം UK കോൾച്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുക. ഏകദേശം 10 വർഷത്തോളമായി UK എത്തിയിട്ട് അവിടെ MSc നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സന്തോഷ് വി ജോൺ. സന്തോഷ് നോർത്തേൺ അയർലൻഡിൻ്റെ പ്രതിനിധിയായിട്ടാണ് യുഗ്മയുടെ ദേശീയ കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. സന്തോഷും നോർത്തേൺ അയർലൻഡിൽ ഏകദേശം 6-7 വർഷമായി ജീവിക്കുക. അതുപോലെ തന്നെ ട്രഷറർ സിബി തോമസ് ഞങ്ങളുടെ നോർത്ത് റീജിയൻ്റെ പ്രതിനിധിയായിട്ടാണ് നാഷണൽ എക്സിക്യൂട്ടീവിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം സന്ദർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ UK അദ്ദേഹം സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി മാത്യു അലക്സാണ്ടർ എന്ന് പറയുന്ന ലിവർപൂൾ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹവും നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറി മാമൻ ഫിലിപ്പ് മിഡ്ലാൻഡ്സിന്റെ പ്രതിനിധിയായിട്ടാണ് റീജിയണൽ കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ PRO അനീഷ് മാണി, അതുപോലെ തന്നെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ബിനോ ഒക്കെ, ഇവരെല്ലാവരും വളരെ ശക്തമായിട്ട് സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരാണ് നാട്ടിലും അതുപോലെ തന്നെ UK അപ്പോൾ അവരെ എല്ലാവരെയും ഒത്തിണക്കിയ ഒരു നല്ല ഭരണ സമിതിയാണ് യുഗ്മയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പങ്കാളിയാകുന്നത് എന്നുള്ളതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. UK തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും കൂടുതൽ അവസരങ്ങളുള്ളത് നേഴ്സിംഗ് മേഖലയിലാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഗവൺമെൻറ് ഒത്തിരിയേറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് പ്രധാനമായിട്ടുള്ളത് തദ്ദേശീയരെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിലുള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക. അതിനുശേഷം മതി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ അവസരം എന്നുള്ളത് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്ന പോളിസിയുടെ ഭാഗമാണ്. എങ്കിലും നമ്മുടെ മലയാളി നഴ്സുമാർ ആരോഗ്യരംഗത്ത് വളരെ നല്ല രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നതുകൊണ്ട് അവരുടെ ആ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ മലയാളി നഴ്സുമാർക്കാണ് അല്ലെങ്കിൽ മലയാളി നഴ്സ് മേഖലയിൽ നിന്നുള്ളവർക്ക് സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻസ് ഒരു താൽക്കാലികമായേക്കാം. എന്നിരുന്നാലും നമ്മുടെ നഴ്സുമാരുടെ ആരോഗ്യ പരിപാലന രംഗത്തുള്ള പ്രാഗൽഭ്യം പരിഗണിച്ച് നമുക്ക് ഇനിയും കൂടുതൽ ചാൻസുകൾ കിട്ടി നമ്മുടെ നഴ്സുമാർക്ക് പോകുവാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് എന്നെപ്പോലുള്ളവരുടെ വിശ്വാസം. എല്ലാ രാജ്യങ്ങളിലും മലയാളി കൂട്ടായ്മകളുണ്ട്. മലയാളികളുടെ പൊതുവായ പ്രശ്നങ്ങൾ എവിടെയായിരുന്നാലും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നായാലും അല്ല ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അങ്ങനെ ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ആ കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് യുഗ്മ എന്ന സംഘടനയും രൂപീകൃതമായത്. അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചു.